ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. സോണിയ മൽഹാർ വീണ്ടും ചേരുന്നു. സോണിയ കേൾക്കാമോ? അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. കഴിഞ്ഞ ദിവസം ഈ ദുരനുഭവം പുറത്തു പറഞ്ഞപ്പോൾ ഒരു യുവനടൻ എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സമാധാനമായി, പഴയതൊന്നും സാറ് മറന്നിട്ടില്ലല്ലോ. എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു നടി അവരുടെ മോശം അനുഭവം പറയുമ്പോൾ ആ ആരോപണ വിധേയനായ വ്യക്തിക്ക് മുഖം നഷ്ടപ്പെടുന്നു. അയാൾ എത്ര ഉന്നതനാണ് സിനിമയിലെന്ന് നമുക്കറിയാം. അയാൾക്ക് താരസംഘടനയായ അമ്മയിലെ പദവി രാജിവെച്ച് പോകേണ്ടി വരുന്നു. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഈ ഘട്ടത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പറയാതെ സാർ ഇവിടുന്ന് പുറത്തോട്ട് പോവില്ലല്ലോ. ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് ആ ഒരു സമയത്ത് ഇത്രയും വർഷമായി ഞാനത് എന്നോട് മാപ്പ് പറഞ്ഞു, ആ പ്രശ്നം പരിഹരിച്ച് പിന്നീട് ഒരിക്കൽ പോലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. പക്ഷേ അതാ നിന്റെ വിഷമം. ഏതെങ്കിലും ചേച്ചികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് കമ്മ്യൂണിറ്റി ചെയ്യുന്നെങ്കിൽ അദ്ദേഹം ചെയ്തു കൊടുക്കുക. മാപ്പ് പറഞ്ഞ് വളരെ മാന്യമായിട്ടാണ് ഇത്രയും വർഷം. അയ്യോ പാവം, വിശാല മനസ്കനായ ആശാൻ ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു. വാക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തിന് പിന്നീട് വന്നിട്ടില്ല. പക്ഷെ ഇതിപ്പോ എന്തിനാണ് അന്ന് നടന്ന് പറഞ്ഞു വെച്ചത്? ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെ ആളുകൾ കടന്നു വന്നിട്ടുള്ളതെന്ന് അറിയാം. താൻ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കണം രഞ്ജിത്ത്. അത് സമ്മതിക്കണം എന്ന ഒരു ആവശ്യം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നിട്ട് നിയമ നടപടികൾ എന്നതിനപ്പുറം. സോണിയ, അങ്ങനെ തോന്നുന്നില്ലേ ഈ നടൻ തനിക്ക് പറ്റിയത് തെറ്റാണ് എന്ന് സമ്മതിക്കണം പൊതുസമൂഹത്തിന് മുന്നിൽ എന്ന് സോണിയക്ക് തോന്നുന്നില്ലേ? അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? കുറച്ച് കാശ് തന്നു. പെട്രോളിന് 52, അരിക്ക് 26, ശമ്പളം ഒഴിച്ച് എല്ലാം ഗവൺമെന്റ് കുത്തനെ കൂട്ടുക. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കാലത്ത് ഞാൻ ഈ കാശ് വാങ്ങിച്ചില്ലെങ്കിൽ എന്നിട്ടെന്താ കാര്യം? ഇപ്പോഴാ കാര്യം മനസ്സിലായത്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ